എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം ചോദിക്കട്ടെ, ദിവസത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ അത് മാത്രം മതി നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാനെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, അങ്ങനെയൊരു രഹസ്യമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് സ്വന്തം തലവിധി തന്നെ മാറ്റിയെഴുതിയ ഒരാളുടെ കഥയാണ്. ശരിക്കും പ്രചോദനമാകുന്ന ഒരു കഥ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്നൊക്കെ ഉറപ്പിച്ച് അലാറം വയ്ക്കും. പക്ഷെ രാവിലെ ആകുമ്പോൾ ആ സ്നൂസ് ബട്ടൺ ഒന്ന് അമർത്തിപ്പോകും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുറ്റബോധം. നമുക്കെല്ലാവർക്കും ഇത് സംഭവിക്കുന്നതാണല്ലേ? പക്ഷേ നമ്മൾ അത്ര കാര്യമാക്കാത്ത ഈ ഒരു ചെറിയ ശീലം അത് നമ്മുടെ ഭാവിയിലെ എത്രമാത്രം പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. ഇദ്ദേഹമാണ് തോമസ്. 32 വയസ്സുണ്ട്. ജോലി ഒരു നൈറ്റ് സെക്യൂരിറ്റി ഗാർഡായിട്ടാണ്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ എങ്ങോട്ടാണീ പോക്ക് എന്നറിയാതെ ആകെപ്പാടെ ഒരു പ്രതീക്ഷയുമില്ലാതെ കുടുങ്ങിപ്പോയ ഒരവസ്ഥയിലായിരുന്നു തോമസ്. തോമസിന്റെ ജീവിതം ശരിക്കും തലകീഴായിരുന്നു. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഇദ്ദേഹം ജോലിക്ക് പോകും. രാവിലെ എല്ലാവരും എഴുന്നേറ്റ് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ തോമസ് തളർന്നു വന്ന് കിടന്നുറങ്ങും. ശരിക്കും ഒരൊറ്റപ്പെടൽ. എല്ലാവരും മുന്നോട്ടു പോകുമ്പോൾ താൻ മാത്രം പിന്നോട്ടു പോകുന്ന പോലൊരു ഫീൽ. അപ്പോ എന്തായിരുന്നു തോമസിന്റെ യഥാർത്ഥ പ്രശ്നം? അയാളൊരു മടിയനായിരുന്നില്ല കേട്ടോ. ഓരോ രാത്രിയും ശരിക്കും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്നു. പക്ഷേ എത്ര അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. ഒരേ സ്ഥലത്ത് കിടന്ന് കറങ്ങുന്ന പോലെ. ആ ഒരു നിസ്സഹായതയുണ്ടല്ലോ, അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ തളർത്തിയത്. എന്നാൽ ഒരു ദിവസം എല്ലാം മാറി. തോമസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച 2 സംഭവങ്ങളുണ്ടായി. നമുക്കതിലേക്ക് വരാം. അതിലാദ്യത്തേത് അദ്ദേഹത്തിന്റെ ഹൃദയം തകർത്ത് കളഞ്ഞ ഒരു ഫോൺ കോൾ ആയിരുന്നു. അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാണെന്നായിരുന്നു ആ കോൾ. ആ വാർത്ത കേട്ട് തോമസ് ആകെ തകർന്നുപോയി. പുലർച്ചെ 5 മണിക്ക് ആ ഗ്രാമത്തിലെ ചെറിയ ക്ലിനിക്കിന് മുന്നിൽ ആ തണുപ്പത്ത് നിന്നുകൊണ്ട് അയാളൊരു തീരുമാനമെടുത്തു. മതി, ഇനിയിങ്ങനെ പോയാൽ പറ്റില്ല. എന്തു വില കൊടുത്തും ഞാനൊരു മാറ്റം കൊണ്ടുവരും. അങ്ങനെ തിരികെ വരുമ്പോഴാണ് യാദൃച്ഛികമായി തോമസ് മിസ്റ്റർ ചെൻ എന്ന പേരുള്ള ഒരാളെ കാണുന്നത്. സ്വന്തമായി കഷ്ടപ്പെട്ട് വിജയിച്ച ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. തോമസിന്റെ കഥ കേട്ടപ്പോൾ മിസ്റ്റർ ചെൻ ഒരു ചെറിയ രഹസ്യം പറഞ്ഞുകൊടുത്തു. ആ ഒരൊറ്റ വാചകം മതിയായിരുന്നു തോമസിന്റെ ഉള്ളിൽ ഒരു തീപ്പൊരി വീഴാൻ. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തായിരുന്നു മിസ്റ്റർ ചെൻ പങ്കുവച്ച ആ സിസ്റ്റം? തോമസിന്റെ ജീവിതം മാറ്റിമറിച്ച ആ മാന്ത്രിക മണിക്കൂറുകളുടെ പ്ലാൻ എന്താണെന്ന് നോക്കാം. ഈ കാണുന്ന സംഖ്യ 730. ഇതെന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? ദിവസവും വെറും 2 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ 1 വർഷം നിങ്ങൾക്കധികമായി കിട്ടുന്ന മണിക്കൂറുകളാണിത്. 730 മണിക്കൂറുകൾ. ഇതൊരു വെറും നമ്പറല്ല. ഇതിന് പിന്നിലെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാലോചിച്ചു നോക്കിയേ. 1 വർഷം നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ 91 മുഴുവൻ പ്രവൃത്തി ദിവസങ്ങൾ, അതായത് ഏകദേശം 3 മാസം അധികം കിട്ടുകയാണ്. എല്ലാവരും ഉറങ്ങിക്കളയുന്ന സമയം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വലിയ മാറ്റം കൊണ്ടുവരുമെന്നോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് ശരിക്കും വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇതായിരുന്നു ആ പ്ലാൻ. വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. രാവിലെ 5 മുതൽ 6 വരെ, അതായത് ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ മെച്ചപ്പെടുത്തുന്ന എന്തെങ്കിലും പുതിയൊരു സ്കിൽ പഠിക്കുക. പിന്നെ 6 മുതൽ 7 വരെയുള്ള അടുത്ത മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി. അരമണിക്കൂർ വ്യായാമം, അരമണിക്കൂർ വായനയോ പ്ലാനിങ്ങോ. ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പക്ഷേ ഈ സിസ്റ്റം വർക്കാവണമെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത 3 നിയമങ്ങളുണ്ട്. റൂൾ നമ്പർ 1, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. ഒരു ചർച്ചയുമില്ല. റൂൾ നമ്പർ 2, രാത്രി 9 മണിക്ക് ഉറങ്ങിയിരിക്കണം. ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. റൂൾ നമ്പർ 3, ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലെ ബുദ്ധിമുട്ടില്ലേ, അതിനെ അതിജീവിക്കണം. ഒരു പുതിയ ശീലം നമ്മുടെ ഭാഗമാകാൻ ഏകദേശം 90 ദിവസമെടുക്കും. ഈ ഡിസിപ്ലിനാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ശരി, അപ്പം നമുക്ക് കാണാം ഈ സിസ്റ്റം അടുത്ത 90 ദിവസം കൊണ്ട് തോമസിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണുണ്ടാക്കിയതെന്ന് നോക്കാം. ക്ഷീണിതനായ ഒരു സെക്യൂരിറ്റി ഗാർഡിൽ നിന്ന് ആത്മവിശ്വാസമുള്ള ഒരു പ്രൊഫഷണലിലേക്കുള്ള യാത്ര. തോമസിന്റെ 90 ദിവസത്തെ യാത്ര നോക്കൂ. ആദ്യത്തെ ദിവസം ശരിക്കും ഒരു പോരാട്ടമായിരുന്നു. ശരീരം സമ്മതിക്കുന്നില്ല, പക്ഷെ കൊടുത്ത വാക്ക് അദ്ദേഹം പാലിച്ചു. ഏകദേശം 20 ദിവസം കഴിഞ്ഞപ്പോൾ അതൊരു ശീലമായി. 4:58 തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി. പിന്നെ സംഭവിച്ചത് അവിശ്വസനീയമായിരുന്നു. 87ാമത്തെ ദിവസം അദ്ദേഹത്തിന് ഇരട്ടി ശമ്പളത്തിലൊരു ഓഫീസ് ജോലി കിട്ടി. 90 ദിവസം പൂർത്തിയായപ്പോൾ തോമസ് ആ ചലഞ്ച് വിജയിച്ചു. ഒപ്പം തന്റെ ജീവിതവും മാറ്റിമറിച്ചു. അപ്പോ എങ്ങനെയാണ് ഈ ജോലി കിട്ടിയതെന്നല്ലേ? തനിക്ക് കിട്ടിയ മാന്ത്രിക മണിക്കൂറുകൾ അദ്ദേഹം യൂട്യൂബിൽ നിന്ന് എക്സലും അക്കൗണ്ടിങ്ങും പഠിക്കാനാണ് ഉപയോഗിച്ചത്. ഈ പുതിയ സ്കിൽസാണ് അദ്ദേഹത്തിന് ആ പുതിയ ജോലി നേടിക്കൊടുത്തത്. കണ്ടില്ലേ, കൃത്യമായ ലക്ഷ്യത്തോടെ പഠിച്ചാൽ ഫലമുറപ്പാണ്. 1 വർഷം കഴിഞ്ഞ് തോമസ് പറഞ്ഞൊരു വാക്കുണ്ട്: വിജയം എന്നത് നമ്മളെവിടെയെങ്കിലും എത്തുന്നതല്ല, അതൊരു ശീലമാണ്.
എന്റെ വിജയം തുടങ്ങുന്നത് എല്ലാ ദിവസവും രാവിലെ 5 മണിക്കാണ്. അതൊരു താൽക്കാലിക മാറ്റമായിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോ തോമസിന്റെ കഥ നമ്മൾ കേട്ടു. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ 5 AM ചലഞ്ച് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കണോ അതോ ആ സ്നൂസ് ബട്ടൺ അമർത്തണോ? എന്തുകൊണ്ടാണ് ഈ 5 മണിക്കിത്ര പ്രത്യേകത? കാരണം ആ സമയത്ത് ലോകം ശാന്തമാണ്. നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരുമില്ല. നിങ്ങളുടെ മനസ്സ് ഏറ്റവും ഫ്രഷ് ആയിരിക്കും. നിങ്ങളുടെ വിൽ പവർ ഏറ്റവും കൂടുതലായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അതാണ്. അപ്പോ ഈ 90 ദിവസത്തെ ചലഞ്ച് തുടങ്ങാൻ നിങ്ങൾ എന്തു ചെയ്യണം? 3 സിമ്പിൾ സ്റ്റെപ്പുകൾ. 1. ഇന്ന് രാത്രി തന്നെ 5 മണിക്ക് അലാറം വെക്കുക. എന്നിട്ട് ഫോൺ എഴുന്നേറ്റ് പോയി എടുക്കേണ്ട ദൂരത്ത് വെക്കുക. 2. ആ ആദ്യത്തെ 1 മണിക്കൂറിൽ എന്ത് സ്കില്ലാണ് പഠിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. 3. രാത്രി 9 മണിക്ക് ഉറങ്ങാൻ ശ്രമിക്കുക. ഫോണും മറ്റ് ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. അപ്പോ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നാളെ നിങ്ങളുടെ ആ ആദ്യത്തെ മണിക്കൂറിൽ നിങ്ങൾ എന്ത് നിർമ്മിക്കാൻ പോകുന്നു? ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതിബദ്ധതയായി ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. ഇത് നിങ്ങൾക്ക് തന്നെ നൽകുന്നൊരു വാക്കാണ്. അതുപോലെ നിങ്ങൾ ഏത് സ്കില്ലാണ് പഠിക്കാൻ പോകുന്നതെന്ന് താഴെ കമന്റിൽ പറയൂ. നമുക്ക് പരസ്പരം ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഒരാൾക്ക് മറ്റൊരാൾ ഒരു സപ്പോർട്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന കൂടുതൽ കഥകൾക്കും വഴികൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക: നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന നിങ്ങൾ ആ അലാറം ക്ലോക്കിന്റെ മറുഭാഗത്ത് കാത്തിരിക്കുന്നുണ്ട്. ഈ വിവരണം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.